നിങ്ങൾ ഇത് എവിടേക്കാ ഇത്രയും വെളുപ്പിന് ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് പോയത്? ഹലോ, അധികം വെളുപ്പിനൊന്നുമല്ല, 8 മണിക്കാണ് ഞാൻ പോയത്. നീ ഉറങ്ങണിക്കാൻ താമസിച്ചത്. അതെന്തിലോട്ടെ, വിളിച്ചാ ഒന്ന് ഫോൺ എടുക്കണ്ടേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. നീ എപ്പോ വിളിച്ചു? നോക്ക്. സൈലന്റ് ആയിരുന്നല്ല. നീ എവിടെ വിളിച്ചു? മുത്തോളിലല്ലേ വിളിച്ചിരിക്കണത്? എന്റെ ഫോണിൽ ഓഫർ തീർന്നു. ശരി, ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. എത്രന്ന് വെച്ചിട്ട് ഗാലറിയിൽ നോക്കിക്കൊണ്ടിരിക്കുക. അത് നിനക്ക് പ്രതീക്ഷന്റെ അടുത്ത് പറഞ്ഞൂടെ? അവൻ ചെയ്തു തരൂലേ? അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ അവന് കാശ് കൊടുക്കണ്ടേ? ഇതാവുമ്പോ അത് വേണ്ടല്ലോ. തന്നെ 1 വർഷത്തേക്ക് ചെയ്യാം, അതാ ലാഭം. ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോവില്ലല്ലോ. സ്വന്തമായിട്ടല്ലല്ലോ അധ്വാനിക്കണത്. അല്ല, രാവിലെ ധൃതിക്ക് എവിടെ പോയതാ ഞായറാഴ്ചയായിട്ട്? ഞാൻ നമ്മുടെ അഡ്വക്കേറ്റിനെ ഒന്ന് കാണാൻ പോയതാ. പുള്ളി സൺഡേ അല്ലേ ഫ്രീ ഉള്ളു. കുറച്ച് ലോ പോയിന്റ്സ് ചോദിക്കണമായിരുന്നു. കണ്ണാശുപത്രി പോയോ? അല്ല, പോയില്ല. പിന്നെ അത് നമ്മുടെ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഇറങ്ങിയപ്പം പുള്ളി ചോദിച്ച് ഒരു സിനിമയ്ക്ക് പോയാലോ. അപ്പം ഞാനൊന്ന് ഫ്രീ ആണല്ലോ. നിങ്ങൾ സിനിമയ്ക്ക് പോയോ? പോയി. എന്താ കുഴപ്പമുണ്ടോ? നിങ്ങൾ എന്നെ കൂട്ടാതെ സിനിമയ്ക്ക് പോയല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഞാൻ വിളിച്ചതുകൊണ്ട് ഇന്ന് പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇത് 3D കണ്ണാടിയല്ലേ? നിങ്ങൾ എന്നെ കൂട്ടാതെ 3D സിനിമയ്ക്ക് പോയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം അല്ല. മനഃപൂർവ്വമല്ല, നിങ്ങൾ എന്നെ വലിച്ചേട്ടി പോയതോ? ഞാൻ ഇന്നേ വരെ ഒരു 3D സിനിമ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ കൂട്ടാതെ 3D പടത്തിന് പോയല്ലേ? നീ ഇന്നുവരെ 3D പടം കണ്ടിട്ടില്ലേ? ഞാൻ എവിടെ കാണാൻ? കുട്ടിച്ചാത്ത വന്നു. എവിടെ? ഇവിടല്ല, പിന്നെ കുട്ടിച്ചാത്ത സിനിമ റിലീസായി. അന്ന് എനിക്ക് ചെങ്കട്ടായതുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല. പിന്നെ അവതാർ വന്നു, അവതാർ 2 വന്നു, അങ്ങനെ പല 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 3D പടങ്ങൾ വന്നു. അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ എന്നെ കൂട്ടാതെ 3D പടം കാണാൻ പോയല്ലേ? ലക്ഷ്മി, ഞാൻ പറയണത് കേക്ക്. എന്ത് പറയാൻ? അവസ്ഥ അതായി പോയി. പുള്ളി വിളിച്ച പിന്നെ പോകാൻ പറ്റൂല്ലോ എന്ന് പറയാൻ പറ്റൂ? നിങ്ങളെ ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾ കള്ളത്തരം പറഞ്ഞു തുടങ്ങി. അയ്യോ അല്ല, സത്യം. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം അടിപൊളിയായിരുന്നു. തീയൊക്കെ അടുത്തൂടെ പോണു. ഓഹോ, 3D പടം കാണാൻ നിൽക്കുന്ന വിഷമത്തിലിരിക്കുന്ന എന്നടുത്ത് കഥ പറഞ്ഞിട്ട് ഇനി സന്തോഷിപ്പിക്കുകയല്ലേ? ഒന്നും പറയണ്ട, നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. എന്താ മോളില്? എന്താ എന്റെ കൊച്ചെ ഈ മോളിൽ നടക്കുന്നത്? അത് ഈ പ്രക്ഷോഭണനും ലക്ഷ്മിജിയും വഴക്ക്. എന്തിനാ വഴക്ക്? ഇപ്പൊ എന്താ ഈ 3-4 ലോക മഹായുദ്ധത്തിന്റെ കാരണം എന്ന് പറ. അത് പ്രക്ഷോഭട്ടനെ ലക്ഷ്മി ചേച്ചി സിനിമയ്ക്ക് കൊണ്ടുപോകത്തിനാണ് വഴക്ക്. ഏത് സിനിമ? ഏത് സിനിമടി? 3D അങ്ങനെ. ഓ, അതാണോ ഇത്ര ഉള്ള കാര്യം? അവളെ കൂടെ കൊണ്ടുപോയി അതൊന്ന് കാണിക്കാൻ പറ. അവനോട് തീരുവല്ല പ്രശ്നം അതോടുകൂടി. ഞാൻ പറയണോ? ഞാൻ പറഞ്ഞു. പിന്നെ ആര് പറയണമെന്നാ? ഞാനങ്ങനെ. എന്റെ പൊന്നു കുഞ്ഞെ, ഇതൊരു മഹാ നാണം കെട്ട പരിപാടിയാ ഇത്. ഒന്ന് മിണ്ടായിരിക്കാൻ പറ അവനോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പ്രതീക്ഷ അതിനോടൊന്ന് വിളിച്ചേ. അല്ല, ഇതിനെന്തിനാ പ്രതീക്ഷ വിളിക്കുന്നത്? പിന്നെ ആരോടെങ്കിലും പറഞ്ഞ് ഈ വഴക്കൊന്ന് അവസാനിപ്പിക്കാനുള്ള മാർഗം ഞാൻ കാണണ്ടേ? എന്നും ഇങ്ങനെ ആയാ എന്തോ ഇത്. ഞാൻ പ്രതീക്ഷ വരാൻ പറ പ്രതീക്ഷയോട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.